വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ എൻ്റെ ഒരു ചെറിയ യൂട്യൂബ് ജേർണി എങ്ങനെയായിരുന്നു സ്റ്റാർട്ടിങ്, എന്താണ് ഇപ്പോഴത്തെ പ്രോഗ്രസ് എന്നുള്ള ആ ഒരു കാര്യങ്ങളൊക്കെ കേട്ടോ. അപ്പോൾ വലിയ പ്രോഗ്രസ് ഒന്നും ആയിട്ടില്ല, എന്നാലും എന്താ പറയുക, നമ്മൾ 1K സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിൽ ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഒരു വീഡിയോ ചെയ്യണമെന്നൊക്കെ ഞാൻ നേരത്തെ എന്ന് വെച്ചാൽ വീഡിയോ മീൻസ് യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്ത ആ സമയത്ത് ഞാൻ കരുതിയതാണ്. നോർമലി എൻ്റെ ചാനൽ വീഡിയോസൊക്കെ കാണുന്നവർക്കറിയാം എന്താണ് ഞാൻ നോർമലി ചെയ്യാറ്. ഷോർട്സ് വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നത് വോയിസ് ഓവർ കൊടുത്തിട്ടാണ്. അപ്പോൾ അന്നേ പ്ലാൻ ചെയ്തതെന്ന് വെച്ചാൽ ഒരു 1K സബ്സ്ക്രൈബേഴ്സൊക്കെ ഫ്യൂച്ചറിലാവുകയാണെങ്കിൽ നമുക്കിങ്ങനെ ഒരു വീഡിയോ ചെയ്യാം എന്നാണ്. അപ്പോൾ പറഞ്ഞത് അത് തന്നെയാണ്, നമ്മൾ 1K സബ്സ്ക്രൈബേഴ്സ് ജസ്റ്റ് ക്രോസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ 1K സബ്സ്ക്രൈബേഴ്സൊക്കെ ആകുമ്പോഴത്തേക്ക് വീഡിയോ ചെയ്യാമെന്ന് വെച്ചാൽ ആസ് എ ബിഗിനർ എനിക്കത് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ്. കാര്യം ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല കേട്ടോ എൻ്റെ ചാനലൊക്കെ ഇങ്ങനെ 1K ആവുമെന്നോ വീഡിയോസൊക്കെ അത്യാവശ്യം ആളുകൾ കാണുമെന്നോ എന്നൊക്കെ. പക്ഷേ വീഡിയോസിലെല്ലാം ഷോർട്സൊക്കെ അത്യാവശ്യം നല്ല റീച്ച് ആകുന്നുണ്ട്, വീഡിയോസും കാണുന്നുണ്ട്. ഇപ്പം നിങ്ങളൊക്കെ ഒന്ന് കണ്ട് സഹായിച്ചാൽ നമുക്ക് മുമ്പോട്ട് പോകാം. ഓക്കെ, അപ്പോൾ പറഞ്ഞു തന്നത് ഞാൻ എപ്പോഴാണ് ഈ യൂട്യൂബിൻ്റെ ഒരു ചാനൽ തുടങ്ങണം എന്നൊക്കെ ഉള്ള ഒരു പ്ലാനിങ് ഒക്കെ തുടങ്ങിയെന്ന് വെച്ചാൽ കുറേ നാളായിട്ട് എനിക്ക് ആഗ്രഹമുള്ളൊരു കാര്യം കേട്ടോ. മീൻസ് വീഡിയോ എഡിറ്റിംഗ് എന്നൊക്കെ പറയുന്ന ആ പരിപാടി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ നമ്മൾ ഇൻസ്റ്റഗ്രാമിലായാലും ടിക്ടോക്കൊക്കെ ഇടയ്ക്കൊക്കെ യൂസ് ചെയ്യുന്ന ആളായിരുന്നു കേട്ടോ. നാട്ടിൽ ടിക്ടോക്ക് ബാൻ ആയിട്ടുണ്ടല്ലോ, ആ ടൈമിലൊക്കെ ഞാൻ വീഡിയോസ് ചെയ്യും, എന്നിട്ട് പ്രൈവറ്റ് ആക്കി വെക്കും. അക്കൗണ്ട് പ്രൈവറ്റ് ആയിരുന്നു കേട്ടോ, അങ്ങനെയായിരുന്നു. പിന്നെ ഇവിടെ UAE വന്ന ടൈമിൽ എപ്പോഴായിരുന്നു, ഒരു 2-3 വർഷം മുമ്പ് ആ ടൈമിൽ ജോബിനൊക്കെ കയറുന്നതിന് ആ ഒരു മുമ്പ് നമ്മൾ ഫ്രഷേഴ്സായിട്ടല്ലേ വരിക. ആ ടൈമിൽ ഇവിടെ നമുക്ക് ജോബിന് നല്ല സ്ട്രഗിളാണ്. മീൻസ് ഇൻ്റർവ്യൂസ് പോവും, ഫ്രഷറായാലും എക്സ്പീരിയൻസ് ഇല്ല എന്നുള്ള രീതിയിൽ റിജക്റ്റ് ആവും, അങ്ങനെയുള്ള പരിപാടിയൊക്കെ ആയിരുന്നു. അപ്പോൾ ആ ടൈമിലായിരുന്നു ഞാനിവിടെ ടിക്ടോക്ക് സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ എന്നിട്ട് ഇവിടെ നമ്മളെ അറിയാവുന്ന ആരും ഇല്ലല്ലോ, അങ്ങനെ ഒരു വിഷയത്തിൽ ഞാൻ ചെയ്യുന്ന വീഡിയോസ് എല്ലാം പബ്ലിക് ആക്കാറുണ്ടായിരുന്നു. അപ്പം നോക്കിയപ്പോഴത്തേക്ക് നല്ല വ്യൂസും കയറുന്നുണ്ട്, അത്യാവശ്യം കുഴപ്പമില്ലാതെ ടിക്ടോക്ക് അക്കൗണ്ട് പോകുന്നുണ്ടായിരുന്നു. നല്ല ചൂടാണ് ഗൈസ്, ഇന്ന് ഓഫാണ്. അപ്പോൾ പിന്നെ മീൻസ് ഇന്നത്തെ കാര്യമായിട്ടോ പറയുന്നത്. അപ്പോൾ അതാ നല്ല ചൂട്, ഞാൻ ഫാൻ ഇട്ടിട്ടില്ല, മീൻസ് ആ ഒരു സൗണ്ട് കേൾക്കുന്നു ചെയ്തിട്ട് ഫാനൊന്നും ഇട്ടില്ല. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞു ടോപ്പിക് എന്ന് മാറാണ്. അപ്പോൾ അങ്ങനെ ടിക്ടോക്ക് സ്റ്റാർട്ട് ചെയ്തായിരുന്നു. അങ്ങനെ വീഡിയോസൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. ടിക്ടോക്കിൽ അറിയാലോ നമുക്ക് നോർമലി എന്താണ് മറ്റേ വീഡിയോസ്, സോങ്സ് അങ്ങനെയുള്ള പരിപാടി തന്നെയായിരുന്നു. ഡയലോഗ് ചെയ്യൽ അതൊക്കെ ആയിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. അങ്ങനെ അതൊക്കെ ചെയ്ത് അത്യാവശ്യം ഒന്ന് റീച്ച് ആയി വരുന്നുണ്ടായിരുന്നു. അങ്ങനെ ഒരു 3-4-5 മാസം ടിക്ടോക്കായിട്ട് നല്ല രീതിയിൽ പോകുന്നുണ്ടായിരുന്നു. പിന്നെ ജോബ് കിട്ടി. പിന്നെ ജോബിൻ്റെ വഴി കഴിയുമ്പോഴത്തേക്ക് അത് അവിടെ വെച്ച് സ്റ്റോപ്പായി. പിന്നെ അത് കഴിഞ്ഞപ്പോഴത്തേക്ക് വീഡിയോ എഡിറ്റിംഗ് എന്ന് പറയുന്ന ആ പരിപാടി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ നോർമലി ഇപ്പോഴും യൂസ് ചെയ്യുന്ന ആപ്പ് എന്ന് വെച്ചാൽ ഇൻഷോട്ടാണ്. ഇൻഷോട്ടിൽ വീഡിയോസ് എഡിറ്റ് ചെയ്യുക. ഇതിന് മുമ്പ് ഒരു ആപ്പ് ഉണ്ടായിരുന്നു, അത് ഏതാണെന്ന് എനിക്ക് ഓർമ്മ കേട്ടോ. അതിൽ നമ്മൾ ബർത്ത്ഡേ ആയാലും നമ്മുടെ ആനിവേഴ്സറി ഒക്കെ ആണെങ്കിലും വീഡിയോസൊക്കെ എല്ലാം വെച്ചിട്ട് എഡിറ്റ് ചെയ്യുക, ആ ഒരു പരിപാടി എനിക്ക് ഭയങ്കര ഇഷ്ടം. അപ്പോൾ അങ്ങനെ ഇരുന്നപ്പോഴത്തേക്ക് കുറച്ച് കഴിഞ്ഞിട്ട് ഞാൻ ഇൻസ്റ്റാഗ്രാം സ്റ്റാർട്ട് ചെയ്തതെന്ന് തോന്നുന്നു. അങ്ങനെ അതിലും പിന്നെ റീൽസ് കാര്യങ്ങളൊക്കെ ഇട്ട് പതുക്കെ തുടങ്ങി. അപ്പം ഇൻസ്റ്റഗ്രാം ഇപ്പോഴും ഞാൻ പ്രൈവറ്റ് ആണ് കേട്ടോ, കാര്യം നമ്മളെ അറിയുന്ന എല്ലാവരും ഉണ്ടല്ലോ. അപ്പം നമ്മുടെ ആ ഒരു പരിപാടി വേണ്ടെന്ന് വെച്ചു. അങ്ങനെ പിന്നെ വീണ്ടും മോളുടെ ഡെലിവറി കാര്യങ്ങളൊക്കെ ആയി. അങ്ങനെ നാട്ടിൽ പോയി. ആ ടൈമിലും ചുമ്മാ ഇങ്ങനെ ഇരിക്കല്ലേ, അപ്പോഴും ആലോചിച്ചു ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയാലോ എന്ന്. പിന്നെ എനിക്കെന്തോ ഒരു മടി, മീൻസ് എങ്ങനെയായിരിക്കും എന്തായിരിക്കും എന്നുള്ള ഒരു ഐഡിയ ഇല്ല, ആരെങ്കിലും കാണൂ എന്നൊന്നും അറിയില്ലല്ലോ. അതുകൊണ്ട് ഞാൻ പിന്നെ എന്താക്കി, അതങ്ങ് പെൻഡിങ് വെച്ചു. പിന്നെ മോളുടെ ഡെലിവറി ഒക്കെ കഴിഞ്ഞ് നമ്മൾ ഇവിടെ തിരിച്ചു വന്ന ടൈമിൽ എനിക്കൊന്ന് ഓണത്തിൻ്റെ ടൈമാണെന്ന് തോന്നുന്നു. ആ ടൈമിൽ ഞാൻ നോക്കുമ്പോഴത്തേക്ക് എനിക്ക് ഭയങ്കരമായിട്ട് ആഗ്രഹം വന്നിരിക്കുകയാണ്, എന്തായാലും ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങണം. വീഡിയോസ് എന്തായാലും ഞാൻ എഡിറ്റ് ചെയ്യുന്നുണ്ട്, ഇൻസ്റ്റാഗ്രാമിൽ സ്റ്റോറി ആയാലും സ്റ്റാറ്റസൊക്കെ ഉണ്ട്. അപ്പോൾ പിന്നെ ഒക്കെ ചുമ്മാ എന്തായാലും ചെയ്യാം. ഇടയ്ക്കിടയ്ക്ക് ഞാൻ ക്യാമറയിൽ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ട് മാറി നോക്കുന്നുണ്ട് കേട്ടോ. ഓക്കെ, അങ്ങനെ ഓണത്തിന് നമ്മൾ ഇവിടുത്തെ ഒരു കൃഷ്ണൻ്റെ അമ്പലമുണ്ട്, അവിടെ പോയി. അപ്പോൾ ചെറിയ ചെറിയ ബിറ്റ്സ് ആയിട്ടുള്ള വീഡിയോസൊക്കെ എടുത്തു. മീൻസ് നമുക്ക് നോക്കാം എങ്ങനെയായിരിക്കും എന്നുള്ള രീതിയിൽ. അങ്ങനെ ഞാൻ ഫസ്റ്റ് ഒരു വീഡിയോ ചെയ്തു.
അത് നമ്മുടെ ആ ഒരു ടെമ്പിൾ ആ അമ്പലത്തിൽ പോയതും സദ്യ, പിന്നെ നമ്മുടെ 2 ഫ്രണ്ട്സൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും കൂടി സദ്യയൊക്കെ കഴിച്ച് അങ്ങനെ അന്നത്തെ ആ ഒരു ചെറിയൊരു കണ്ടൻറ്റ് ഒരു 30 സെക്കൻഡ്സ് അതോ 1 മിനിറ്റ് അത്രയൊക്കെ ഞാൻ ചുരുക്കി ഒരു വീഡിയോ ചെയ്ത്. അന്ന് ആദ്യത്തെ വീഡിയോയിലൊന്നും വോയിസ് കൊടുത്തിട്ടില്ല. അത് ജസ്റ്റ് ഒരു മ്യൂസിക്കൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്തു. അങ്ങനെ ആ വീഡിയോ ഞാൻ ചാനലിൽ ഫസ്റ്റ് അപ്ലോഡ് ചെയ്തു. പക്ഷേ അപ്ലോഡ് ചെയ്തിട്ട് ഞാൻ ആ വീഡിയോ എനിക്കൊന്ന് പ്രൈവറ്റ് ആക്കിയാണ് വെച്ചിരുന്നത്, പബ്ലിക് ആക്കില്ല. മീൻസ് എങ്ങനെയായിരിക്കുമെന്നറിയില്ലല്ലോ. അങ്ങനെ ആദ്യത്തെ ദിവസം ചാനൽ തുടങ്ങി വീഡിയോ അപ്ലോഡ് ചെയ്തു. വീഡിയോ അല്ല, ഷോർട്സ് അപ്ലോഡ് ചെയ്തിട്ട് ഞാൻ ഫാമിലിയിൽ ഹസ്ബൻഡിൻ്റെ അടുത്തും ചേട്ടൻ്റെ അടുത്തും അമ്മയുടെ അടുത്തും പിന്നെ ചേച്ചിയുടെ അടുത്ത് ഫസ്റ്റ് പറഞ്ഞിട്ടുള്ളൂ കേട്ടോ. അവർക്ക് എൻ്റെ വീഡിയോയുടെ ലിങ്ക് അയച്ചു കൊടുത്തു. ചേട്ടൻ്റെ ഫോണിൽ അവർക്ക് 2 ഫോണുള്ളൂ, കമ്പനി ഫോണുണ്ട്, പേഴ്സണൽ ഫോണുണ്ട്. അപ്പം 2 സബ്സ്ക്രൈബേഴ്സ്. അപ്പം ഞാൻ ആലോചിച്ചു ഓക്കെ ഫൈൻ. അടുത്തത് അമ്മയുടെ ഫോണിൽ സബ്സ്ക്രൈബ് ചെയ്തു. അത് ഞാൻ തന്നെ കയറി ചെയ്തു. ഇവരുടെ അടുത്തൊന്നും പറയുന്നതിന് മുമ്പാണോ അതെനിക്ക് ഓർമ്മയില്ല. എന്തായാലും ഞാൻ തന്നെ കേട്ടോ ചെയ്തത്. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് ഞാൻ ചേച്ചിക്ക് അയച്ചു കൊടുത്തു. നാത്തൂന് അയച്ചു കൊടുത്തിട്ട് പറഞ്ഞു, ചേച്ചി സബ്സ്ക്രൈബ് ചെയ്തു, നമ്മൾ പുതിയ ചാനലൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ചേച്ചി സബ്സ്ക്രൈബ് ചെയ്തു. അപ്പോൾ നോക്കിയപ്പോൾ 5 പേര് കൊള്ളാലോ. അങ്ങനെ പിന്നെ അടുത്ത ഞാൻ പ്ലാൻ ചെയ്തു. അന്ന് അയച്ചില്ല, പിറ്റേ ദിവസമായപ്പോഴത്തേക്ക് നമ്മുടെ ഫാമിലി മെമ്പേഴ്സ് നാട്ടിലെ എല്ലാവരും ഉണ്ടല്ലോ, കുഞ്ഞമ്മമാരും ബാക്കി എനിക്ക് 4 നാത്തുമാരുണ്ട് കേട്ടോ. മൊത്തം ടോട്ടൽ 5 നാത്തുമാരാണ്. ഓക്കെ, അപ്പോൾ ബാക്കി അവർക്കൊക്കെ അയച്ചു കൊടുത്തു, അവിടെ ചേട്ടന്മാർക്ക് അയച്ചു കൊടുത്തു, പിന്നെ എൻ്റെ വീട്ടിൽ അനിയന് അവൻ്റെ വൈഫിന് എല്ലാവർക്കും അയച്ചു കൊടുത്തിട്ട് വന്ന് എല്ലാവരും നിരത്തി പിടിച്ച് സബ്സ്ക്രൈബ് ചെയ്തു പറഞ്ഞു. അങ്ങനെ എല്ലാവരും ചെയ്തു എന്നാണ് കേട്ടോ എൻ്റെ വിശ്വാസം ഇപ്പോഴും. കാര്യം ഒരു 10-30 പേര് അപ്പോഴേ ആയി. അപ്പം ഞാൻ കൊള്ളാം, കുഴപ്പമില്ല. എന്നിട്ട് പിന്നെ പതുക്കെ ഞാൻ വീഡിയോ എന്താക്കി, പ്രൈവറ്റ് മാറ്റി പബ്ലിക്കാക്കി, നേരെ പബ്ലിക്കാക്കി അപ്ലോഡ് ചെയ്തു. എന്നിട്ട് നേരെ എന്താക്കി, നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ സ്റ്റോറി ഇട്ടു, അതുപോലെ സ്റ്റാറ്റസ് ഇട്ടു, ഇല്ലാക്കി. അപ്പം അത്യാവശ്യം ആരൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ അവരൊക്കെ യൂട്യൂബ് ചാനൽ തുടങ്ങിയോ, നീ പുതിയ ചാനൽ തുടങ്ങിയോ എന്നുള്ള രീതിയിലൊക്കെ ആയി. ഞാൻ പറഞ്ഞാൽ എന്തായാലും കണ്ടതല്ലേ, ഒന്ന് കയറി സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യാന്ന് പറഞ്ഞു. അപ്പം എനിക്ക് തോന്നുന്നു പിന്നെ ഞാൻ എന്താക്കി, 2 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് എല്ലാവർക്കും നിരത്തി പിടിച്ച് അയച്ചു കൊടുത്തിട്ടുണ്ട്, ഞാൻ പുതിയ ചാനൽ തുടങ്ങിയിട്ടാണ്, പ്ലീസ് ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് എന്നുള്ള രീതിയിൽ എല്ലാവർക്കും ആ ഒരു സെയിം ഫോർമാറ്റ് അയച്ചു കൊടുത്തു. അപ്പോൾ അതിൽ ആരൊക്കെ ചെയ്തു ആരൊക്കെ ചെയ്തില്ല എനിക്കറിയില്ല കേട്ടോ. പക്ഷേ കുഴപ്പമില്ല, അത്യാവശ്യമാവുന്നുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ഓണത്തിനിട്ട് ആ ഒരു വീഡിയോ ഒക്കെ ഞാൻ നോക്കിയപ്പോൾ ഒരു 100 പേര് കാണുന്നു. അപ്പോഴൊക്കെ എനിക്ക് ഭയങ്കര സന്തോഷം. കാര്യം നമ്മൾ സ്റ്റാർട്ടിങ്ങുള്ളവർക്ക് അറിയാമല്ലോ, വീഡിയോസൊക്കെ കണ്ടു തുടങ്ങുന്നതെന്ന് പറയുമ്പോൾ ഭയങ്കര സന്തോഷമായി. അങ്ങനെ ഞാൻ നോക്കിയപ്പോൾ കുഴപ്പമില്ല, അത്യാവശ്യം കയറുന്നുണ്ട്. പിന്നെ ഞാൻ എന്താക്കി, ചാനലിനൊരു പേരിടണം. അപ്പം ഞാൻ ആദ്യം ഇട്ട പേരെന്ന് വെച്ചാൽ എനിക്ക് തോന്നുന്നു ലൈഫ് പാത്ത് ഓഫ് ASV, അങ്ങനെ എന്തോ തട്ടിക്കൂട്ട് പേരാണ്. പേര് ഞാൻ കുറേ പേരെടുത്ത് സജഷൻ ചോദിച്ചു, പക്ഷെ ആരും സജസ്റ്റ് ചെയ്തില്ല കേട്ടോ. എല്ലാവരും കരുതി ഞാൻ ചുമ്മാ ഉഡായിപ്പ് പരിപാടി, മീൻസ് എന്താ ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് നിർത്തും എന്നുള്ള രീതിയായിരുന്നു. പക്ഷെ അപ്പം എനിക്ക് കുറച്ച് വാശിയായിരുന്നു. ഞാൻ കരുതി നമ്മുടെ ഫാമിലിയിലൊക്കെ അയച്ചു കൊടുത്തപ്പോൾ ചോദിച്ചു ഈ യൂട്യൂബ് ചാനലോ എന്നുള്ള രീതിയിലൊക്കെയാണ് കേട്ടോ. തുടങ്ങിയോ ആണോ അല്ലയോ എന്നൊക്കെ എഴുതി. അപ്പം എനിക്ക് കുറച്ച് തോന്നി, കുറച്ച് മീൻസ് എൻ്റെ വീഡിയോസ് എടുത്ത് നോക്കിയാൽ അറിയാം. അതിൽ മെയിനായിട്ട് കമൻറ്റ് ചെയ്തേക്കുന്നത് ഒന്ന് അസിത രാജ് എന്ന് പറയുന്നത് എൻ്റെ സ്വന്തം നാഥൻ. ചേച്ചി എല്ലാ വീഡിയോസിനും 1-2 ലൈക്ക് കമൻറ്റ് എല്ലാം ചെയ്യാറുണ്ട്. പിന്നെ ഉള്ളത് സുലേഖ പ്രകാശ് രാജ്, അത് എൻ്റെ അമ്മ, മീൻസ് മദറിൻ്റെയാണ്, പക്ഷേ എൻ്റെ അമ്മയാണ്. ഓക്കെ, അമ്മ. പിന്നെ ഉള്ളത് ആകാശ് രാജ്. പിന്നെ എനിക്കൊന്ന് ആരെങ്കിലും ഇവിടെയൊക്കെ ചെയ്തിട്ടുണ്ടായിരിക്കും. അങ്ങനെ മാക്സിമം ഒരു 10 കമൻ്റ് ഉള്ളതിൽ 3-4 നമ്മുടെ വീട്ടിലുള്ളവർ തന്നെയാണ്. പിന്നെ ബാക്കി ഫാമിലി മെമ്പേഴ്സൊക്കെ ലൈക്ക് ചെയ്യുന്നുണ്ടെന്ന് തോന്നുന്നു, അറിയില്ല. കമൻസ് ഒന്നും ആരുടെ ഭാഗത്തൊന്നും ഇല്ല കേട്ടോ. ചില വീഡിയോസിനൊക്കെ എല്ലാവരും കമൻ്റൊക്കെ ഇടുന്നുള്ളൂ. അപ്പോൾ പറഞ്ഞു വരുന്നത് നമ്മൾ അതിൻ്റെ ഇടയ്ക്ക് ഒന്ന് ഡൈവേർട്ട് ചെയ്ത് പോയി. കാര്യം ഞാൻ ഫസ്റ്റ് ടൈം ആണല്ലോ ഇങ്ങനെ വോയിസ് ഓവർ കൊടുക്കാതെ ഡയറക്റ്റായിട്ട് വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റേതായ മിസ്റ്റേക്കുകൾ എന്തായാലും ഉണ്ടാവും. നമ്മൾ ബിഗിനേഴ്സ് അല്ലേ, അപ്പം എന്തെങ്കിലും മിസ്റ്റേക്കൊക്കെ ഉള്ളവരൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണം. ഓക്കെ, ഞാൻ നിൽക്കുകയാണ് കേട്ടോ, അതാണ് ഞാൻ ഈ നിന്ന് ആടുന്നത്. ഇരുന്ന് കഴിഞ്ഞാൽ ഹൈറ്റ് കുറയുന്ന എനിക്ക് തോന്നി, അതുകൊണ്ടാട്ടോ. ഓക്കെ, ഇനിവേ അപ്പോൾ നമ്മൾ പറഞ്ഞത് അങ്ങനെ ചാനലിൻ്റെ പേരിട്ടു. അപ്പോൾ ആ ഒരു പേര് എനിക്ക് ഇങ്ങോട്ട് അത്ര തോന്നില്ല. എന്നിട്ട് അത് വെച്ചിട്ട് എനിക്ക് ഒന്ന് 1 മാസം 1-2 ആഴ്ചയോളം ആ ലൈഫ് പാത്ത് ഓഫ് ASV എന്ന് പറഞ്ഞിട്ട് പോയി. പിന്നെ ഞാൻ ആലോചിച്ചു, എന്തായാലും നമുക്ക് വേറെ കണ്ടന്റും കാര്യങ്ങളും ഒന്നുമില്ല. ഞാൻ നോർമലി ചെയ്യുന്നത് എനിക്ക് ഇങ്ങനെ വ്ളോഗ് മീൻസ് നമ്മുടെ ഫാമിലി വീഡിയോസ് അങ്ങനെയുള്ള പരിപാടിയാണല്ലോ. അപ്പം ഞാൻ എന്തുകൊണ്ട് ASV വ്ളോഗ്സ് എന്ന് ഇട്ടുകൂടാ.
വ്ളോഗ്സ് ആണല്ലോ മെയിൻ, അപ്പോൾ പിന്നെ വ്ളോഗ്സ് ഉണ്ടാക്കാന്ന് വെച്ചു. അപ്പോൾ ഈ ASV എന്താണെന്ന് വെച്ചാൽ ആകാശ് രാജ് മീൻസ് ഹസ്ബൻഡ്, എൻ്റെ പേര് സാരംഗി, പിന്നെ മോളുടെ പേര് വിനില. അപ്പം നമ്മുടെ 3 പേരുടെയും പേര് ജസ്റ്റ് വെച്ചിട്ട് അങ്ങനെ ആക്കിയ പേരാട്ടോ, തട്ടിക്കുട്ടിയ പേരല്ല. എനിക്കിതുവരെ ആരും ഒരു പേര്, നല്ല പേര് ഇതുവരെ ആരും സജസ്റ്റ് ചെയ്തിട്ടില്ല. നമ്മുടെ ഫാമിലിയിൽ നിന്നായാലും വീട്ടിൽ നിന്നായാലും ആരും ചെയ്തിട്ടില്ല. അപ്പോൾ പിന്നെ ഞാൻ എനിക്കിഷ്ടമുള്ളൊരു പേരാണ് കിട്ടുക. അങ്ങനെ പേരൊക്കെ സെറ്റ് ചെയ്തു, ചാനൽ സ്റ്റാർട്ട് ചെയ്തു. പിന്നെ വീഡിയോസ് ഞാൻ ഇതാക്കി. നമ്മൾ പിന്നെ റിസർച്ച് ചെയ്ത് തുടങ്ങുമല്ലോ, മീൻസ് യൂട്യൂബിൽ തന്നെ നോക്കുമല്ലോ ചാനൽ വളരാനുള്ള ഐഡിയാസ് കാര്യങ്ങൾ എന്തൊക്കെയാണ്. അങ്ങനെ കുറേ ദിവസങ്ങൾ ഓരോ വീഡിയോസൊക്കെ നോക്കി മനസ്സിലായതെന്ന് വെച്ചാൽ ഡെയിലി ഞാൻ ഓരോ ഷോർട്സ് എങ്ങനെയായാലും ഓരോ ഷോർട്സ് ഇടാൻ തുടങ്ങി. അപ്പോഴത്തേക്ക് അത്യാവശ്യം റീച്ചൊക്കെ ആയി വരുന്നുണ്ട്. പിന്നെ ഞാൻ വീഡിയോസ് എന്ത് ചെയ്യും, യൂട്യൂബിൽ നിന്ന് നേരെ എടുത്ത് നമ്മൾ സ്റ്റാറ്റസ് ഇടും. അപ്പോൾ സ്റ്റാറ്റസ് ഇടുമ്പോൾ എന്തായാലും ആരെങ്കിലുമൊക്കെ കാണുമല്ലോ. നോർമലി എൻ്റെ ഫോണിൽ നമ്മൾ ഇത് കണക്ക് ഞാൻ യൂട്യൂബ് ചാനലുള്ളവരുടെയൊക്കെ സ്റ്റാറ്റസ് കാണണമെങ്കിൽ ഞാൻ കയറി ക്ലിക്ക് ചെയ്തിട്ട് നോക്കും. നമുക്കറിയാവുന്നവരൊക്കെയാണെങ്കിൽ നമ്മൾ സബ്സ്ക്രൈബ് ചെയ്യും, ഞാൻ കമൻറ്റ് ഇടും, ലൈക്കും കൊടുക്കാറുണ്ട് കേട്ടോ. പക്ഷേ നമ്മുടെ ഫാമിലിയിൽ നിന്നായാലും ഫ്രണ്ട്സിൽ നിന്നായാലും ആ ഒരു കമൻറ്റ് കിട്ടുന്നില്ല. ഞാനത് നോട്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, ചുമ്മാ കേട്ടോ. ഓക്കെ, ലൈക്ക് ചെയ്തിട്ടുണ്ടായിരിക്കും, അറിയില്ല. സബ്സ്ക്രൈബും ചെയ്തിട്ടുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. ഓക്കെ, അപ്പം അങ്ങനെയൊക്കെ ഉള്ള സപ്പോർട്ടൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വേണമല്ലോ. അപ്പം ഞാൻ കൊടുക്കാറുണ്ട്, എനിക്കും തരുന്നുണ്ട് എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഓക്കെ, ഞാൻ പറയുന്നത് റിപ്പീറ്റ് ആവുന്നുണ്ടോ എന്നൊരു ഡൗട്ട്. കുഴപ്പമില്ല, നമ്മൾ ഫസ്റ്റ് ടൈം അല്ലേ, അപ്പം ഇങ്ങനെയൊക്കെ തന്നെ പറ്റുള്ളൂ. പിന്നെ നമുക്ക് ശരിയാക്കാം. പിന്നെ അങ്ങനെ വീഡിയോ ഒക്കെ സ്റ്റാർട്ട് ചെയ്തു. പിന്നെ ഞാൻ ഫസ്റ്റ് ലോങ് വീഡിയോ ഇട്ടതെന്ന് വെച്ചാൽ നമ്മുടെ ഒരു ഫ്രണ്ടിൻ്റെ മോളുടെ ബർത്ത്ഡേ ഉണ്ടായിരുന്നു. അപ്പം ആ വീഡിയോ അത് ഞാൻ ഷോർട്സ് എടുത്തിട്ടുണ്ടായിരുന്നു, ലോങ് വീഡിയോ രീതിയിലും എടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതാണ് ഞാൻ ഫസ്റ്റ് അപ്ലോഡ് ചെയ്ത വീഡിയോ, ആഷ്വി എന്ന് പറയുന്ന മോളുടെ ബർത്ത്ഡേയുടേത്. അപ്പോൾ അത് അത്യാവശ്യം കുഴപ്പമില്ല. ഇപ്പോഴും 500 കഴിഞ്ഞിട്ടില്ല കേട്ടോ, സത്യം പറഞ്ഞു. എന്നാലും എനിക്കത് ഭയങ്കര സംഭവമാണ്. കാര്യം 400 സംതിങ് ആളുകൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ അത് ആരൊക്കെയാണെന്ന് എനിക്കറിയില്ല, എന്നാലും ഓക്കെ ഫൈൻ, അത് കാണുന്നുണ്ട്. നല്ല ചൂടാണ് കേട്ടോ, ഞാൻ വികർത്ത് കുളിക്കണം. ഓക്കെ, അപ്പോൾ അതായിരുന്നു ഫസ്റ്റ് വീഡിയോ. പിന്നെ നമ്മൾ കുക്കിംഗ് വീഡിയോസ് ഒക്കെ ഇട്ടിട്ടുണ്ട്. അങ്ങനെ പോവുക. അങ്ങനെ ഇപ്പോൾ ഒരു 2 ആഴ്ചയായി കാണും നമ്മൾ 1K സബ്സ്ക്രൈബേഴ്സ് എത്തിയിട്ട്. അപ്പോൾ 1K സബ്സ്ക്രൈബേഴ്സ് 900 ആകുമ്പോഴത്തേക്ക് എനിക്ക് ഭയങ്കര സന്തോഷം. അങ്ങനെ നോക്കിയപ്പോഴത്തേക്ക് പെട്ടെന്ന് ഒരു ദിവസം നോക്കിയപ്പോഴത്തേക്ക് 1K സബ്സ്ക്രൈബേഴ്സ്. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. അന്ന് ഞാൻ ആലോചിച്ചാണ് കേട്ടോ, നമുക്ക് ഇങ്ങനൊരു വീഡിയോ ചെയ്യണം. പിന്നെ നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ വീഡിയോ കണ്ടിന്യൂ ചെയ്യാമല്ലോ. മറ്റേത് ഇപ്പം ടൈം കിട്ടില്ല, കാര്യം ഓഫീസിൽ പോയിട്ടൊക്കെ വന്നിട്ട് നമുക്ക് എന്താ പറയുക, ആ ഒരു ടൈം കിട്ടുന്നില്ല. വീഡിയോ എഡിറ്റ് ചെയ്യുന്നത് ചിലപ്പോൾ ഞാൻ ഓഫീസിൽ പോകുന്ന സമയത്ത് ബസ്സിൽ എഴുന്നേറ്റായിരിക്കും. അപ്പോൾ തിരിച്ച് വന്നിട്ട് ആയിരിക്കും വോയിസ് ഓവർ കൊടുക്കുക. അപ്പോൾ ആ പരിപാടി ഇപ്പം കുറച്ച് പാടായിട്ട് വരുന്നുണ്ട്. എന്നാലും കുഴപ്പമില്ല, മോസ്റ്റ്ലി ഞാനിപ്പോൾ അങ്ങനത്തെ വീഡിയോസ് തന്നെയാണ് ഇപ്പോഴും ചെയ്യുന്നത്. അപ്പോൾ കഴിഞ്ഞ ആഴ്ച ഞാൻ പ്ലാൻ ചെയ്തതാണ് നമ്മുടെ 1K സബ്സ്ക്രൈബേഴ്സ് ആയതിൻ്റെ ഒരു ഹാപ്പിനെസ് ഷെയർ ചെയ്തുകൊണ്ട് ജസ്റ്റ് ഒരു വീഡിയോ ചെയ്യണമെന്ന്. അങ്ങനെയാണ് പിന്നെ ഈ ആഴ്ചത്തേക്ക് അതെന്തായാലും ആക്കിയത്. പിന്നെ അങ്ങനെയൊക്കെയാണ് യൂട്യൂബ്. അപ്പം നമ്മുടെ ചാനൽ തുടങ്ങി എന്ന് പറയുമ്പോഴത്തേക്ക് എല്ലാവരും ചോദിക്കും, അപ്പം പൈസയൊക്കെ കിട്ടി തുടങ്ങുമല്ലോ എന്ന്. പക്ഷെ നമുക്കറിയാലോ യൂട്യൂബിനകത്തുള്ള ക്രൈറ്റീരിയാസ്. അപ്പം ഞാൻ ആദ്യത്തെ സ്റ്റെപ്പ് കഴിഞ്ഞിട്ടേ ഉള്ളൂ, 1K സബ്സ്ക്രൈബേഴ്സ്. ഇനിയും ഉണ്ടല്ലോ ക്രൈറ്റീരിയാസ്. അപ്പോൾ അതൊക്കെ കംപ്ലീറ്റ് ആവണം. കംപ്ലീറ്റ് ആയിക്കഴിഞ്ഞ് പിന്നെ വീണ്ടും ഫസ്റ്റ് തൊട്ട് അങ്ങനെയൊക്കെയുള്ള പരിപാടി യൂട്യൂബ് ചാനലും കാര്യങ്ങളുള്ളവർക്ക് അറിയാലോ, മോണിറ്റൈസ്ഡ് ആയവർക്കും അറിയാലോ. അപ്പം നമ്മളൊക്കെ സ്റ്റാർട്ടിങ് ചെയ്യില്ലേ. അപ്പോൾ ഓരോ പരിപാടിയായിട്ടുണ്ടല്ലോ, അന്നത്തെ പൈസ കിട്ടി തുടങ്ങുമ്പോൾ ഞാൻ എല്ലാവരെയും അറിയിക്കുന്നതായിരിക്കും പോരെ. ഓക്കെ, ഇത് ആ ചോദ്യം ചോദിച്ചവർക്കുള്ള ഒരു ആൻസറാണ്. ഓക്കെ, അങ്ങനെ യൂട്യൂബിൻ്റെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പോവുകയാണ്. അങ്ങനെയായിരുന്നു എൻ്റെ ഒരു യൂട്യൂബിൻ്റെ സ്റ്റാർട്ടിങ് എന്നൊക്കെ പറയുന്നത്. അപ്പോൾ യൂട്യൂബിൻ്റെ സ്റ്റാർട്ടിങ് തൊട്ട് എൻ്റെ കൂടെ കട്ട സപ്പോർട്ടായിട്ട് നിൽക്കുന്ന 3-4 പേരേ ഉള്ളൂ. മീൻസ് ഒന്ന് അമ്മ, പിന്നെ എൻ്റെ ഹസ്ബൻഡ്, പിന്നെ മെയിനായിട്ട് എൻ്റെ നാത്തൂൻ ചേച്ചിയാണ് കേട്ടോ ആരെക്കാളും ഏറ്റവും സപ്പോർട്ടായിട്ടുള്ളത്. കാര്യം എന്ന് വെച്ചാൽ ഒരു ദിവസം ഞാനൊരു ജസ്റ്റ് വീഡിയോ ഇട്ടില്ല എന്നുണ്ടെങ്കിൽ ചേച്ചിക്കും എടി ഇത് എന്നിട്ട് വീഡിയോസ് ഒന്നും കണ്ടില്ലല്ലോ എന്ത് പറ്റി എന്നുള്ളത് ആ ഒരു ചോദ്യം വരുന്നത് ആകെ ചേച്ചിയിൽ നിന്ന് മാത്രമാണ് കേട്ടോ. ആ വാക്കച്ച് ഫുൾ സപ്പോർട്ടാണ്. അതേപോലെ അമ്മയായാലും ഹസ്ബൻഡായാലും ഒക്കെ ഫുൾ സപ്പോർട്ടാണ്. ബാക്കിയുള്ളവരുമൊക്കെ ആണെന്നാണ് എൻ്റെ വിശ്വാസം. പിന്നെ ബാക്കിയുള്ളവരുടെ ഭാഗത്തു നിന്നും കമൻസ് ഒന്നും വരാറില്ല.
എന്തെങ്കിലും സജഷൻസ് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാലും ആരും ഒന്നും പറയാറില്ല. എന്താണെന്നറിയില്ല. വീഡിയോസ് ഇഷ്ടമാവുന്നില്ലെങ്കിൽ അതെങ്കിലും പറയൂ. ഒന്നും പറയുന്നില്ല. ഓക്കെ, അങ്ങനെ പിന്നെ അച്ഛനുണ്ട്. അച്ഛൻ ഇവിടെ, എൻ്റെ അച്ഛൻ ഇവിടെ ഉണ്ടല്ലോ. അപ്പോൾ അച്ഛനും അച്ഛൻ്റെ റൂമിലുള്ളവരൊക്കെ ഭയങ്കര സപ്പോർട്ടാട്ടോ. അവരെയൊക്കെ ഞാൻ ചില വീഡിയോസിലൊക്കെ നമ്മൾ പോകുമ്പോഴൊക്കെ ഉണ്ടല്ലോ. അപ്പം അച്ഛൻ എന്നും എൻ്റെ വീഡിയോ കാണാറുണ്ട്. എന്നും വിളിക്കുമ്പോൾ പറയും, ഇന്ന് ആ വീഡിയോ കണ്ടല്ലോ, ഈ വീഡിയോ കണ്ടല്ലോ എന്നൊക്കെ പറയാറുണ്ട്. അപ്പം അങ്ങനെയൊക്കെയാണ് യൂട്യൂബ് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ വീഡിയോസൊക്കെ കണ്ട് 1K സബ്സ്ക്രൈബേഴ്സ് ആവാൻ ഹെൽപ്പ് ചെയ്ത് എല്ലാവർക്കും താങ്ക് യു. പിന്നെ അപ്പോൾ ഇനിയും നമ്മുടെ വീഡിയോസൊക്കെ കാണുക. ലോങ് വീഡിയോസൊക്കെ ഇനിയും പതുക്കെ ഞാൻ അപ്ലോഡ് ചെയ്യും. അമ്മ നല്ല ചൂട്, വിയർത്ത് കുളിക്കുകയാണ്. ഓക്കെ, അങ്ങനെയൊക്കെ പോകുന്നു യൂട്യൂബ് ജേർണി കാര്യങ്ങൾ. അപ്പോൾ ഇനി പുതിയ വീഡിയോസൊക്കെ ആയിട്ട് ഞാൻ വരും. അപ്പോൾ എല്ലാവരുടെയും സപ്പോർട്ടും സ്നേഹവും ഒക്കെ ഉണ്ടായിരിക്കണം. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിലും പിന്നെ നെയിമുകൾ എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിലും, മീൻസ് നമ്മുടെ ചാനലിനെ പറ്റി നല്ല നെയിമുകൾ ഉണ്ടെങ്കിൽ അതും കൂടി ഒന്ന് കമൻറ്റ് ചെയ്ത്, നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്തോളൂ. എല്ലാം എന്നെക്കൊണ്ട് പറ്റുന്നതാണെങ്കിൽ ഞാൻ എന്തായാലും എല്ലാം ചെയ്യും. ഓക്കെ, അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ ടാറ്റാ.